നമസ്കാരം മക്കളെ, സുഭാഷ് സാറാണ്. നമ്മൾ ഇന്ന് പ്ലസ് ടു സേ ഇംപ്രൂവ്മെന്റിന് വേണ്ടി മറ്റൊരു പുതിയ ക്വസ്റ്റ്യൻ ആണ്. പുതിയ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നതാണ്, ഇത്തിരിയോടൊന്നും മാറ്റം വരുന്നുണ്ട് ഇപ്പോഴത്തെ പാറ്റേൺ ചേഞ്ചിനനുസരിക്കുന്ന ഒരു പുതിയ ക്വസ്റ്റ്യൻ. ഇതൊക്കെ പക്ഷേ കുട്ടികളൊന്നും ആരും ചെയ്യാറില്ല. കാരണം എക്സാമിന് വന്നാൽ ഇതൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിടും. പക്ഷെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിക്കുക. ഈ വേർഡൊക്കെ നിങ്ങൾ കേട്ടുള്ള അല്ലെ, സിമെട്രിക്ക്, സ്ക്യൂ സിമെട്രിക്ക്, എന്തായാലും അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുണ്ടാവും. Find xyz if capital A is equal to 2x minus 1 y plus 2 4 3 5 minus 1 z minus 3 minus 1 is symmetric. ഈ മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് ആകണമെന്നുണ്ടെങ്കിൽ എക്സ് വൈ ഇസഡിന്റെ പ്ലേസുകളിൽ വരേണ്ട നമ്പറുകൾ ആരൊക്കെ ആയിരിക്കണം, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് സിമെട്രിക് എന്നുള്ളതിന്റെ ആ കണ്ടീഷൻ എഴുതണം. ഒരു മെട്രിക്സ് സിമെട്രിക് ആകണമെങ്കിൽ ഇതാണ് അതിന്റെ കണ്ടീഷൻ. എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അത് തന്നെ കിട്ടണം. നമ്മളെ പറയാം, ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സിന്റെ റോ എല്ലാം അങ്ങ് കോളമാക്കി എഴുതിയാൽ മതി, ട്രാൻസ്പോസ് കിട്ടും. അപ്പൊ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആവുന്ന സമയത്താണ് ആ മെട്രിക്സ് എന്താവുന്നത്? സിമെട്രിക്. അപ്പൊ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ എന്ന് എഴുതണം. അപ്പൊ ഇതിന്റെ ട്രാൻസ്പോസ് അങ്ങോട്ട് എഴുതാം കേട്ടോ. ട്രാൻസ്പോസ് എങ്ങനെയായിരുന്നു? ഈ ഫസ്റ്റ് റോ കണ്ട പോലെ അതിനെ ഫസ്റ്റ് കോളമാക്കണം, സെക്കൻഡ് റോ കണ്ട പോലെ സെക്കൻഡ് കോളമാക്കണം, തേർഡ് റോ നോക്കി തേർഡ് കോളമാക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നോക്കിയാണ് 2 എക്സ് മൈനസ് 1 വൈ പ്ലസ് 2 കണ്ടല്ലോ. രണ്ടാമത് 4 3 5 എന്ന് പറയുന്നത് ഇങ്ങനെ 4 3 5. അടുത്തത് -1 ഇസഡ് മൈനസ് 3 -1. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ സീക്വൽ അപ്പൊ എ ട്രാൻസ്പോസ് എഴുതി ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ അത് തന്നെ നോക്കി എഴുതുക. എന്താണ് അത് തന്നെ നോക്കി എഴുതുക എന്ന് പറയുമ്പോൾ 2 എക്സ് മൈനസ് 1 വൈ പ്ലസ് 2 4 3 5 -1 ഇസഡ് മൈനസ് 3 -1. ഓക്കെ ആണല്ലോ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായി. ഇതിന്റെ ട്രാൻസ്പോസ് ഇത് തന്നെ. ഓക്കെ, ലെഫ്റ്റിൽ ട്രാൻസ്പോസും റൈറ്റിൽ ആ മെട്രിക്സ് തന്നെ. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 3 സബ്ജക്റ്റും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജയിക്കേണ്ട രീതിയിൽ കൂടെയുള്ള ക്ലാസ്സും അതിനോടൊപ്പം തന്നെ നോട്ട്സും തരുന്നുണ്ട്. ആ രീതിയിൽ കൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജയിക്കാം, വളരെ സിമ്പിളായിട്ട്. ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് മാത്സിന്റെ വരുമ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചാണ് ജയിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരും. അത് അങ്ങോട്ട് ഇരുന്ന് കൊണ്ട് പഠിച്ചാൽ മതി. ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി നോക്കിയവരെ, ഇപ്പൊ ഈ 2 മെട്രിക്സുകൾ തമ്മിൽ ഈക്വൽ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. ഈക്വൽ അങ്ങനെയാണെങ്കിൽ അതിന്റെ പൊസിഷൻ വൈസ് ഈക്വൽ ആയിരിക്കണം. പൊസിഷൻ വൈസ് എന്ന് പറയുമ്പോൾ നോക്കി ഫസ്റ്റ് അത് വേണ്ട, നമുക്ക് വേരിയബിൾ ഉള്ളത് തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇതേ ഈക്വൽ ടു ഇതൊന്നും ഇക്വേറ്റ് ചെയ്ത കാര്യമില്ല, പക്ഷെ ഇതേ ഈക്വൽ ഇതൊന്നും ഇക്വേറ്റ് ചെയ്യുന്നതുകൊണ്ട് കാര്യമുണ്ട്. എങ്ങനെയാ? 4 ഈക്വൽ ടു എക്സ് മൈനസ് 1 കണ്ടോ. 4 ഈക്വൽ തിരിച്ചെഴുതുമ്പോൾ ഈ എക്സ് മൈനസ് 1 ഈക്വൽ എത്രയാണ് മോനെ? 4. ഈ എക്സ് മൈനസ് 1 4 എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു 4 + 1. ആൻസർ ആരെ കിട്ടി? 5. അടുത്ത തേർഡ് എലമെന്റ് -1. ഇവിടുത്തെ തേർഡ് എലമെന്റ് y + 2. അപ്പോൾ -1 ഈക്വൽ ടു y + 2 തിരിച്ചെഴുതിയാൽ y + 2 ഈക്വൽ ടു -1. അവിടുന്ന് y ഈസ് ഈക്വൽ ടു -1 എഴുതി +2 അപ്പോൾ -2. -1 -2 എന്ന് പറഞ്ഞാൽ ആരാണത്? -3. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കിക്കേ. അടുത്തത് ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, എക്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇസഡിന്റേത് മതി. കണ്ടോ, ഇസഡിന്റെ വരുമ്പോൾ രണ്ടാമത്തെ റോയിൽ മൂന്നാമതാണ്. ഇവിടെ രണ്ടാമത്തെ റോയിൽ മൂന്നാമത് 5. അപ്പോൾ ഇത് തമ്മിലാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. ഇതേ ഈക്വൽ ടു ഇത്. അപ്പൊ അവിടെ മൂന്നാമത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇസഡ് മൈനസ് 3 ഈസ് ഈക്വൽ എത്ര മോനെ? 5. അവിടുന്ന് ഇസഡ് ഈസ് ഈക്വൽ ടു 5 + 3 ആൻസർ ആരായി? 8. തീർന്നു. ഇത്രയേ ഉള്ളൂ. ഇതിന് 2 മാർക്കൊക്കെ ഉണ്ടാവും. ചെയ്യുമ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇടയ്ക്കിടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ആർക്കൊക്കെ ക്ലാസ് വേണം ജോയിൻ ചെയ്താൽ ഫുൾ മാർക്ക് എന്നുള്ളതല്ല, നിങ്ങൾക്ക് ജയിക്കാനുള്ള ഉറപ്പായിട്ടും അതിന് ഡബിൾ പാസിനുള്ള രീതിക്കുള്ള ക്ലാസ് ആണ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, എല്ലാവരും ഇത് മാക്സിമം പ്രയോജനപ്പെടുന്നതാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക. ഗുഡ് ബൈ.